മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, മാനസിക ശേഷി പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇതിലത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം മിസ്സിംഗ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഇതിൽ നമുക്ക് റൗണ്ട് തന്നിട്ടുണ്ട്. ആ റൗണ്ടിന് നമ്മൾ 8 ചെറിയ ചെറിയ സെക്ടർ മാതിരി ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട സ്ഥലത്ത് എത്ര വരും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ടിലേക്ക് വരുന്ന നമ്പറുകൾ തമ്മിൽ ഇന്ന് പ്രത്യേകതയുണ്ടോ. ഇപ്പോൾ 12, 4. ഇപ്പോൾ 12 നിന്ന് 8 കുറച്ചപ്പോൾ 4 ആയി. പക്ഷേ 4 പേര് 3 കൂട്ടിയപ്പോഴാണ് 7 കിട്ടുക. 7 നിന്ന് 6 കുറച്ചിട്ടാണ് 1 കിട്ടുക. ഒരു ബന്ധം അവിടെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ബന്ധമില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താ, ഓപ്പോസിറ്റിൽ വരുന്നത്, അതായത് 2ൻ്റെ ഓപ്പോസിറ്റ് 7ആണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കും. അതേപോലെ 4ഉം 19ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, 3ഉം 12ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നെക്സ്റ്റ് ടൈപ്പിൽ നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അത് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. 2ഉം അതേപോലെ തന്നെ 7ഉം ആയിട്ടാണ് ബന്ധമുണ്ടോ നോക്കേണ്ടത്. അതേപോലെ 3 12 ആയിട്ടാണ് ബന്ധമുള്ളത് നോക്കേണ്ടത്. 4 19 ആയിട്ടാണ് ബന്ധമുള്ളത് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു ഇവർ പരസ്പരം എന്തെങ്കിലും റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതേ റിലേഷനിൽ ഈ 1 ഇവിടുത്തെ നമ്പറുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്ക്. 2ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 7 കിട്ടും. പക്ഷേ 3ൻ്റെ കൂടെ 9 കൂട്ടിയാലാണ് 12 കിട്ടുക. 4ൻ്റെ കൂടെ 15 കൂട്ടിയാലാണ് കിട്ടുക. ഇവിടെ 5 കൂട്ടിയാലാണ് കിട്ടുക. ഇവിടെ 9 ആണ്, ഇവിടെ 15 ആണ്. കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടും. പക്ഷേ ഇതൊന്നും ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾക്ക് നോക്കുന്നത് 2ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക. 2ൻ്റെ സ്ക്വയർ വരിക 4 ആണ് വരിക. 4ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും. 3ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക, 9 വരും. അതിൻ്റെ കൂടെ അതേ 3 കൂട്ടി ഇവിടെ കൂട്ടിയ 3 തന്നെ ഇവിടെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. 4ൻ്റെ സ്ക്വയർ നമുക്ക് 16 കിട്ടും. അതിൻ്റെ കൂടെയും 3 ആഡ് ചെയ്താൽ നമുക്ക് 19 കിട്ടും. അപ്പോൾ ഇവിടെ റിലേഷൻ എന്താ, ഒരു ഭാഗത്തുള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ വർഗത്തിൻ്റെ കൂടെ 3 ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന നമ്പർ ഉണ്ടാവുന്നത്. 2ൻ്റെ സ്ക്വയർ 4, 4 3 7. 3ൻ്റെ സ്ക്വയർ 9, 9 3 12. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക, 1 3 എന്ന് 1 ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1. അതിൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് ഉത്തരം 4 കിട്ടും. അപ്പോൾ 1 കണക്ട് ചെയ്യുന്ന ആരായിട്ടായിരിക്കും, 4 ആയിട്ടാണ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ 1 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മളുടെ ചിന്ത വ്യത്യസ്ത രീതികളിൽ പോകേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏജ് പ്രോബ്ലമാണിത്. ഫാദർ ഈസ് നൗ 3 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. മലയാളത്തിൽ പറഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ് ആണ്. മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ് ആണ് അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ. 4 years ago, 4 വർഷം മുമ്പ്, ഹി വാസ് 4 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു 4 വർഷം മുമ്പ് അയാൾക്കുണ്ടായിരുന്നത്. 4 വർഷം മുമ്പ് അയാൾക്ക് ഉണ്ടായിരുന്നത് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ ഈസ്. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. 3 years, 4 years, 8 years, 12 years. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫാദർ ഈസ് നൗ 3 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ്. ഇത് സണ്ണാണ്, ഇത് ഫാദറാണ്. ഓക്കെ, സണ്ണും ഫാദറുമാണ്. അപ്പോൾ അതിൽ സൺ എന്ന് പറഞ്ഞാൽ മകൻ അച്ഛൻ. സണ്ണിന് എക്സ് ആയിട്ട് എടുത്താൽ ഫാദർ നമുക്ക് എത്ര എടുക്കുക, 3 times ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര എടുക്കാം, 3x. ഇപ്പോഴത്താണ് പ്രസൻറ്റ് ഏജ് ആണ് എടുക്കുന്നത്. ഈ സൺ എക്സ് എടുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ ആണ് ചോദിച്ചത്. ആ ചോദിച്ച ആളെ തന്നെ നമുക്ക് എക്സ് എടുത്താൽ നല്ലതാണ്. അത് കൂടാതെ ഫാദറും സണ്ണും ഉണ്ടാവുക. ഫാദറിനാണ് കൂടുതൽ വയസ്സുണ്ടാവുക. അപ്പോൾ വയസ്സ് കുറഞ്ഞ ആളെയും നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എക്സ് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് 3x. 4 years ago. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സാണ് എത്ര, പ്രസൻറ്റ് ഏജ് ആണ് എത്ര, എക്സ്. അപ്പോൾ 4 കൊല്ലം മുമ്പ് എത്രയായിരിക്കും, ആ എക്സിൽ നിന്ന് 4 കുറച്ചാൽ മതിയല്ലോ. ഇപ്പോഴും 10 വയസ്സാണെങ്കിൽ 4 കൊല്ലം മുമ്പ് 10 നിന്ന് 4 കുറച്ചിട്ടുള്ള 6 ആയിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിൽ നിന്ന് 4 കുറച്ചാൽ മതി. എപ്പോഴും 4 years ago.
4 years ago. എക്സ് കുറക്കണം 4. ഓക്കെ, 4 years ago. അപ്പോൾ ഇയാളുടെ വയസ്സ് എത്രയായിരിക്കും? 3x കുറക്കണം 4 ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഇയാളുടെ വയസ്സ് 3x ആണല്ലോ. 3x കുറക്കണം 4 ആയിരിക്കും. അപ്പോൾ ഇത് എഴുതാനും പ്രയാസമില്ല. ഇനി നോക്ക്, അപ്പോഴെന്താണ് സംഭവം എന്നറിയോ? ഹി വാസ് 4 times as old as his son. അപ്പോൾ ആ സമയത്ത് 4 കൊല്ലം മുമ്പുള്ള വയസ്സ് ഈ അച്ഛൻ്റെത് ഇങ്ങനെയാണ്, മകൻ്റെത് ഇങ്ങനെയാണ്. അവർ തമ്മിലൊരു ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട്. എന്താണ്? ഈ മകൻ്റെ വയസ്സിൻ്റെ 4 times ആണ് അച്ഛൻ്റെ വയസ്സ് അപ്പോൾ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 4 × x - 4 = 3x - 4. കറക്റ്റ് ആണല്ലോ. 4 × x - 4 = 3x - 4. അപ്പോൾ ബ്രാക്കറ്റ് നമുക്ക് കളഞ്ഞാൽ ഇതിൻ്റെ 4 മടങ്ങ് 3x - 4. ബ്രാക്കറ്റ് കളഞ്ഞാൽ 4 × x നമുക്ക് കിട്ടും 4x. 4 × 4 നമുക്ക് കിട്ടും 16. ഇവിടെ വരുന്ന ചിഹ്നം മൈനസ്, കാരണം 4നെ കൊണ്ട് 2 നമ്പറിനെയും 2 എണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. കുട്ടികൾ തെറ്റിക്കരുത്, 2 എണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ. = നമുക്ക് കിട്ടും 3x - 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിനെയാണ്. അപ്പോൾ ഈ 3xനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3xനെ ഇങ്ങോട്ട് എടുക്കുക, ഈ -16നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 4x - 3x -4 + 16 എന്ന് വരും. ഈ -16 + 16 ആവും. =ൻ്റെ സൈഡിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ 3x - 3x. 4x എന്ന് 3x പോയാൽ നമുക്ക് കിട്ടും x, 1x. -4 + 16 എന്ന് പറഞ്ഞ അർത്ഥം 16 - 4 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 12. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ, അതായത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 12 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കി നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ടെലിഫോൺ ഡയറക്ടറി വിച്ച് ഓഫ് ദ ഫോളോയിങ് നെയിം വിൽ അപ്പിയർ ആഫ്റ്റർ ദി അതർ 3? ഇവിടെ 4 ആളുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഡിക്ഷണറിയിൽ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചയം ഉണ്ടാവില്ല. പണ്ട് ടെലിഫോണിൽ ആ നാട്ടിലത്തെ എല്ലാവരുടെയും പേര് വരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആൽഫാബറ്റിക് ഓർഡറിലായിരുന്നു പോയിരുന്നത്. അതിനെയാണ് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്കിത് അറിയണമെങ്കിൽ ടെലിഫോൺ ഡയറക്ടറിയിൽ വരുന്ന പേരുകളുടെ ഓർഡർ എന്ന് പറയുന്നത് ഡിക്ഷണറിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വാക്കുകളുടെ ഓർഡർ പോലെയാണ്. അപ്പോൾ ഡിക്ഷണറിയുടെ വാക്കിലെ ഓർഡർ ഇവിടെ കണ്ടുപിടിച്ചാൽ ഇവിടെ ആൻസറായി. ടെലിഫോൺ ഡയറക്ടറി എന്ന് കണ്ടതുകൊണ്ട് വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. നോക്കി ഇവിടെ വാക്ക് നോക്ക്. സാജേവത്ത്, സെഗ്വാൻ, സെൽമാൻ, സൽവാർ എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? ആഫ്റ്റർ ദി അതർ 3, അതായത് ഈ 4 എണ്ണത്തിൽ 3 എണ്ണം കഴിഞ്ഞിട്ട് വരുന്നത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോളോയിങ് നെയിം വിൽ അപ്പിയർ ആഫ്റ്റർ ദി അതർ 3 എന്ന് പറഞ്ഞാൽ 3 എണ്ണം കഴിഞ്ഞിട്ട് വരുന്നത് പറഞ്ഞാൽ മറ്റൊരർത്ഥം എന്താണ്? ലാസ്റ്റിലത്തെ വരുന്ന പേരാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിക്ഷണറി ഓർഡറിൽ ഏറ്റവും അവസാനം വരുന്ന പേര് ഏത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ SA ഉണ്ട്, SE ഉണ്ട്, SE ഉണ്ട്, SA ഉണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇതിൽ വരും അവസാനത്തേതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇവിടെ SA അവസാനത്തിൽ വരില്ല, SA വരില്ല. അപ്പോൾ ഇത് രണ്ടും അവസാനത്തേതായതുകൊണ്ടാണ്. ആദ്യത്തേതാണെങ്കിലും പരിഗണിക്കാം, അവസാനത്തേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ലാസ്റ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് നെയിമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ SA വരില്ല, SA വരില്ല. എന്തുകൊണ്ട്? SE ഉണ്ട്. SA കഴിഞ്ഞിട്ടാണ് SE ലാസ്റ്റിലേക്ക് വരിക. അപ്പോൾ ഇനി ഇതിൽ 2 എണ്ണത്തിലുള്ള കണ്ടുപിടിച്ചാൽ മതി. ലാസ്റ്റിൽ ആര് വരുന്നു? ഇവിടെ SEG ഉണ്ട്, ഇവിടെ SEL ഉണ്ട്. അപ്പോൾ ഈ ജിയും എല്ലും ആയാൽ ഏറ്റവും അവസാനം വരുന്ന ഏതായിരിക്കും വരിക? എല്ലാണ് വരിക. അപ്പോൾ ലാസ്റ്റ് നെയിം അപ്പോൾ ഏതായിരിക്കും? സൽമാൻ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് നെയിം വരിക. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന ഓർഡറിൽ എഴുതിയാലും നിങ്ങൾക്ക് ലാസ്റ്റ് നെയിം വരിക സൽമാൻ ആയിരിക്കും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഫസ്റ്റിൽ വരുന്നവരെ നമ്മൾ ഒഴിവാക്കി, ബാക്കി ഒരേപോലെ വരുന്ന 2 എണ്ണം കണ്ടു. അതിൽ ഒരേപോലെ വന്നതുകൊണ്ട് 3ാമത്തെ ലെറ്ററിനെ നോക്കി. ജി, ഇവിടെ L, GHIJKL എന്നാണ് വരിക. ജി കഴിഞ്ഞിട്ടാണ് L വരൽ. അപ്പോൾ ലാസ്റ്റിൽ വരുന്ന നെയിം സൽമാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a group of 25 people, 18 play cricket, 12 play tennis, while 3 of them play neither means neither game. How many of them play both cricket and tennis? മലയാളത്തിൽ പറഞ്ഞാൽ 25 ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ 18 പേര് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, 12 പേര് ടെന്നീസ് കളിക്കുന്നവരാണ്. എന്നാൽ 3 പേര് ഒരു കളിയും കളിക്കുന്നതല്ല. ക്രിക്കറ്റും കളിക്കുന്നില്ല, ടെന്നീസും കളിക്കുന്നില്ല.
ഹൗ മെനി ഓഫ് ദം പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്? 2 ഗെയിമും കളിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ഈ പറഞ്ഞിരിക്കുന്നതിൽ. ഇതിനെ നമുക്കൊരു വെൻ ചിത്രത്തിൻ്റെ മോഡൽ വരച്ചാൽ നമുക്ക് ആകെയുള്ള ആളുകളെ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ആകെയുള്ളവർ എത്ര പേരുണ്ട്? 25 പേര് ആകെയുണ്ട്. ആ 25 പേരിൽ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, ടെന്നീസ് കളിക്കുന്നവരുണ്ട്. രണ്ടും കളിക്കുന്നവർ എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവരെ ഞാൻ ഈ ഒരു റൗണ്ടിൽ എഴുതി, ടെന്നീസ് കളിക്കുന്നവരെ എനിക്ക് ഇപ്പുറം എഴുതാൻ പറ്റില്ല. അതായത് ഒരു റൗണ്ട് ഇട്ടിട്ട് ഒരു റൗണ്ട് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഇങ്ങനെ എഴുതണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവരാരും തന്നെ ഇത് ക്രിക്കറ്റും ഇത് ടെന്നീസും ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവരാരും തന്നെ ടെന്നീസ് കളിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നവരും ടെന്നീസ് കളിക്കുന്നവരും എത്ര എന്ന് നമ്മളോട് ചോദിച്ചതുകൊണ്ട് ഈ 2 റൗണ്ടുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇതേമാതിരി കൂട്ടിമുട്ടും. അതായത് ഈ ഇടയ്ക്ക് വരുന്ന സ്ഥലത്ത് ക്രിക്കറ്റും കളിക്കും ടെന്നീസും കളിക്കും. അപ്പോൾ ഇതിനെ ഞാൻ സി എന്ന് എഴുതാം ക്രിക്കറ്റിനെ, ഇതിനെ ഞാൻ ടി എന്ന് എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 18 പേരാണ് ക്രിക്കറ്റ് കളിക്കുന്നവർ, 12 പേരാണ് ടെന്നീസ് കളിക്കുന്നത്. 3 പേര് ഒരു കളിയും കളിക്കുന്നില്ല. അതായത് 25-ൽ 3 പേര് ഇതിനകത്തും വരില്ല ഇതിനകത്തും വരില്ല, അവർ പുറത്താണ് വരിക. അപ്പോൾ ഇതിനകത്ത് വരുന്നില്ല, ഇത് ക്രിക്കറ്റ് കളിക്കുന്നവർ ടെന്നീസ് കളിക്കുന്നവർ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 25-ൽ 3 പോയാൽ ബാക്കി ഇതിന് 2-നകത്തും വരാൻ മാക്സിമം സാധ്യത 22 പേരാണല്ലോ. അതായത് 25-ൽ 3 കുറച്ചവർ 22 പേരാണ്. മനസ്സിലാക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ശേഷം വരുന്ന നിങ്ങൾ വലിയ ജോലി സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ വരുന്ന ചോദ്യമാണിത്. അപ്പോൾ 25-ന് 3 കുറക്കാനുള്ള കാരണം ഈ 3 ആൾ ഒരു ഗെയിമും കളിക്കാത്തതുകൊണ്ട്. അപ്പോൾ ബാക്കി 22 പേരാണ് ഇതിൽ വരേണ്ടത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 18 പേര് 22 പേരാണ് ടോട്ടൽ, 2 ആകെ ഇല്ലവർ. അതിൽ 18 ആൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, 12 പേര് ടെന്നീസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ തമാശ നോക്കിയാൽ ഈ 18 പേരും 12 പേരും കളിക്കുമ്പോൾ 18ഉം 12ഉം എത്രയായി? 30 ആയി. അതന്നെ. പക്ഷേ ഇവിടെ 22 പേരെ ഇവിടെ ഉള്ളൂ. ഈ 22 പേര് രണ്ടും വെവ്വേറെ ആയിട്ട് വരുമ്പോൾ 30 പേരായി. അതിൻ്റെ അർത്ഥം എന്താ, 18 ക്രിക്കറ്റ് കളിക്കുന്നവർ 12 ടെന്നീസ് കളിക്കുന്നവർ വേറെ വേറെ എന്നല്ല, അവർക്ക് ഇതിൽ കോമൺ ആയിട്ട് ആളുണ്ട്. ഇതിലത്തെ ചിലർ ക്രിക്കറ്റ് കളിക്കുന്നവർ ചിലർ ടെന്നീസ് കളിക്കുന്നവരാണ്, ടെന്നീസ് കളിക്കുന്ന ചിലർ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അതെങ്ങനെ മനസ്സിലാവില്ല ചോദിച്ചാൽ, എത്ര പേരാണ് നമുക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ 25-ൽ 3 കഴിച്ചിട്ട് 22 പേരല്ലേ ഉള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ എത്ര കിട്ടി? നമുക്ക് 30 കിട്ടിയല്ലോ. 30 കിട്ടി. അപ്പോൾ 30 കിട്ടിയാൽ ഈ 30-ൽ നിന്ന് 22 സബ്ട്രാക്ട് ചെയ്യാം. 30-ൽ നിന്ന് 22 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 8 കിട്ടും. ആ 8നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് എഴുതുക. 8നെ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് എഴുതുക. അപ്പോൾ അത് രണ്ടും കളിക്കുന്നവരാണ്. അപ്പോൾ ടോട്ടൽ എത്ര പേരാണ് ഉള്ളത്? 10 പേരല്ലേ, 18 പേരല്ലേ ക്രിക്കറ്റ് കളിക്കുന്നവർ. 8 പേര് ഇതിനകത്ത് വന്നു. 8 ക്രിക്കറ്റ് കളിക്കാർ ടെന്നീസും കളിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ടെന്നീസ് കളിക്കാത്ത ക്രിക്കറ്റ് കളിക്കാർ 10 പേര്. അപ്പോൾ 10 8 18 അകത്തായല്ലോ. അതേപോലെ തന്നെ നമ്മൾക്ക് 12 പേരാണ് ടെന്നീസ് കളിക്കുന്നത്. അതിൽ ആ ടെന്നീസ് കളിക്കുന്ന 12 പേരിൽ 8 പേര് ക്രിക്കറ്റും കളിക്കുന്നവരാണ്. അപ്പോൾ 12 പേരിൽ 8 പേര് ഇങ്ങനെ പോയി. ബാക്കി അപ്പോൾ എത്ര പേര് ഇവിടെ ഉണ്ടാവും? ടെന്നീസ് മാത്രം കളിക്കുന്നവർ എത്രയുണ്ടാവും? 4. നോക്ക്, 4ഉം 10ഉം 14ഉം 8ഉം 22. ഇതിനകത്ത് എത്ര വന്നു? 22. മനസ്സിലായില്ലേ? 22. 22 3ഉം 25. അപ്പോൾ എന്താ ചോദ്യം? പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ് എന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ് കിട്ടുക? 8 ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഈ ചിത്രം വരക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന മാതിരി 25-ന് 3 കുറക്കുക. അപ്പോൾ നമുക്ക് 22 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര വരില്ല? 18ഉം 12 കിട്ടും. അപ്പോൾ 18 പ്ലസ് 12-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ഈ 22 കുറച്ചാൽ നമ്മൾക്കുള്ള ആൻസർ എത്ര കിട്ടും? 8. ഇത് രണ്ടിലും പങ്കെടുക്കുന്നവരാണ്. ഓക്കെ, ചിത്രം വരച്ചതിന് നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉള്ളു എന്നുള്ളതാണ് ചോദ്യം. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നോക്കിക്കോളൂ, ഇങ്ങനെ ഞാൻ ഇതിന് മുമ്പിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിളിൽ ഒരു വര ഇങ്ങനെ വന്നാൽ ടോട്ടൽ ഇതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉള്ളു എന്ന് ചോദിച്ചാൽ ഈസി ആയി പറയാൻ പറ്റും. ഇവിടെ 1 എഴുതുക, ഈ ബോക്സിൽ 2 എന്ന് എഴുതുക. അപ്പോൾ ആൻസർ ടോട്ടൽ വരൽ 1 + 2 = 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. അത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ 1 ഇത്, 1 ഇത്, 1 വലിയത്. അപ്പോൾ 3 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നിങ്ങളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കാണുന്നുണ്ട്, ഇങ്ങനൊരു വരയുണ്ട്. അപ്പോൾ ഇപ്പുറത്തേൽ എത്ര കണ്ടു? 1 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതിയാൽ ഈ താഴെ ഇതിൽ വരുന്നതിൽ എത്രയായി? 3 എണ്ണം അവിടെയായി. ഇവിടെ 1 ഇവിടെ 2 എന്ന് എഴുതിയാൽ ഇവിടെ വരുന്നതിൽ എത്രയായി? 3 എണ്ണം അവിടെയായി. ഇനി എന്താ ചെയ്യേണ്ടത്?
അപ്പോൾ ഇങ്ങനെയുള്ളത് കഴിഞ്ഞു. ഇനി നോക്ക്, ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ വരുമല്ലോ, ഇങ്ങനെയുള്ളത് 1 വരും, ഇങ്ങനെയുള്ളത് 1 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് 2 കിട്ടും. പിന്നെ നമുക്ക് ഏത് കിട്ടും? ഏറ്റവും വലിയ ഒരു റെക്റ്റാങ്കിൾ കിട്ടുന്നില്ലേ? ഏറ്റവും വലിയ 1 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 3 3 6, 6 2 8, 8 1 9. ടോട്ടൽ നമുക്ക് കിട്ടും 9 റെക്റ്റാങ്കിൾസ്. ഈ ട്രിക്ക് ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ അത്ര പോലെ എളുപ്പത്തിൽ കിട്ടും. ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.